ഹലോ, അപ്പോൾ അത് ഈ ഒരു കലണ്ടർ ഞാൻ കുറേ മുന്നേ, അതായത് നമ്മുടെ ന്യൂ ഇയർ ടൈമിലൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാനത് മറന്നുപോയി. ഇപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. സോ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഉണ്ടാക്കാം, അധികം ലേറ്റ് ആയിട്ടില്ലല്ലോ. ഇനി ലൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി 2027 തൊട്ട് ചെയ്യേണ്ടി വരും. സോ ഞാൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് പേജിൽ ഈ 2026 എന്നുള്ളത് ഈ ഒരു പാറ്റേൺ ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു. ആക്ച്വലി ഇത് എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. പിൻട്രസ്റ്റിൽ ഇതുപോലെ കുറേ ഉണ്ട്, 24, 25 ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഇത് തന്നെ ചെയ്യാമെന്ന്. അതിനുശേഷം അത് കളറടിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ അങ്ങനെ സ്റ്റിക്കറോ ഒന്നുമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ, അതായത് ഞാൻ എൻ്റെ വീട്ടിലാണ്, ഞാൻ ഹോസ്റ്റലല്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്കെച്ച് പെൻസിലും ക്രയോൺസും മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത്. സോ അതിങ്ങനെ കളർ ചെയ്തതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ പ്രിൻ്റ് എടുത്തിട്ടുള്ള ലെറ്റേഴ്സില്ലേ, ഈ ലെറ്റേഴ്സ് വെച്ച് മാത്രം ഞാൻ മൈ കലണ്ടർ 2026 എഴുതി ഒന്ന് സ്റ്റിക്ക് ചെയ്ത്, എഴുതിയതല്ല കേട്ടോ, പ്രിൻ്റ് എടുത്തതാണ്, അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ബാക്കി പോർഷനിലൊന്ന് കവർ ചെയ്യാൻ എന്തെങ്കിലും വേണമായിരുന്നു. ഇത് ഞാൻ മുന്നേ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കിതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല. സോ ഇതിൽ കുറേ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതായത് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്ന് കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പേജ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്യൂട്ടായിട്ട് ഇരുന്നോട്ടെ എന്നും വിചാരിച്ചു. അപ്പോൾ ഈ താഴെ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മേളിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ തോന്നി. ആ ബ്ലാങ്ക് ആയി കിടക്കുന്ന പോർഷനൊന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് വേലിയും പൂവും പിന്നെ കുറച്ച് ലെറ്റേഴ്സും ഒക്കെ ഞാനൊന്ന് എഴുതി കൊടുത്തു. എന്നിട്ടും എനിക്ക് ബ്ലാങ്ക് ആയിട്ട് തോന്നിയ കാരണമാണ് ഞാൻ ഈ മൈ കലണ്ടറിന് ഇതുപോലൊരു ബോർഡർ വരച്ചു കൊടുത്തത്. സൈഡിലായിട്ട് ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ള കളേർഡ് A4 പേപ്പർ, അതായത് കട്ട് ചെയ്തിരിക്കുക ഏകദേശം ഈക്വൽ സൈസിൽ. അതായത് ഇപ്പം നമ്മളൊരു A4 പേപ്പർ അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ മടക്കുക. സെൻറ്റർ പാർട്ടിൽ മടിക്കിയതിന് ശേഷം ആ ഒരു പേജ്, അതിൻ്റെ ഒരു പീസ്, ഒരു സൈഡ് മാത്രമാണ് ഞാൻ എടുത്തത്. അതിങ്ങനെ ഈക്വലി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 30 എബോ ഒരു നമുക്ക് ഇതുപോലത്തെ പീസസ് കിട്ടും. അത് ഞാൻ ഇതുപോലെ ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ ഡേയും കൊടുക്കുന്നുണ്ട്. ഡേ എന്ന് പറയുമ്പോൾ നമ്മളെ സൺഡേ, മൺഡേ, അതിൻ്റെ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അത് മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ലാസ്റ്റ് ഒരു പീസ് എക്സ്ട്രാ വന്നു, ബട്ട് അത് നമ്മളിനി കളയൊന്നും വേണ്ട, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരു ഹാർട്ട് മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ ചെറുതായിട്ടാണ് ഈ ജാനുവരി എഴുതുന്നത്. അങ്ങനെ എഴുതി കൊടുക്കണോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റി മോൾ ഭാഗത്ത്. അതായത് റേറ്റ് യുവർ ഡേ, നമ്മൾ ഒരുപാട് ജേർണൽസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഡേ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത്. സോ ഞാൻ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും ഞാനൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇതുവരെയുള്ള ഡേയ്സും ഒന്ന് റേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്.